ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. മുരാരി ബാബുവിനെ പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കും. കട്ടളപ്പാളി തട്ടിപ്പ് കേസിൽ പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ദ്വാരപാലക ശില്പം കവർന്ന കേസിൽ കസ്റ്റഡി കാലാവധി അവസാനിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിലാണ്. വിവരങ്ങളുമായി പ്രസാദ് എം.ജെയാണ് ചേരുന്നത്. പ്രസാദ്, എന്തായാലും മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചോളം കട്ടളപ്പാളി തട്ടിപ്പ് കേസിലെ പ്രതിയും കൂടെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡി ആവശ്യപ്പെടുകയാണ്. മറ്റ് നടപടികൾ എങ്ങനെയാണ്? രേണുക, രണ്ട് കേസുകളിലാണ് ഇന്ന് റാന്നി കോടതി പരിഗണിക്കുക. ഒന്ന്, കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ശബരിമല മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ കൂടിയായ മുരാരി ബാബുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. മറ്റൊരു കേസിൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ സ്പെഷ്യൽ ജയിലിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീഡിയോ കോൺഫറൻസിലൂടെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രൊഡക്ഷൻ വാറണ്ട് ഇന്ന് മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ എത്തിക്കുമ്പോൾ തന്നെ പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിച്ച് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമവും കൂടി അന്വേഷണ സംഘം ഇന്ന് നടത്തും. രേണു, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യ കേസിൽ പ്രതിയായതിന്റെ റിമാൻഡിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ജയിലിൽ കഴിയുന്നത്. ഈ രണ്ടാമത്തെ കേസിൽ നിർണായകമാവുമ്പോഴാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും കൂടുതൽ വിവാദവും സങ്കീർണമാകുന്ന ഒരു കേസിലേക്ക് വരുന്നത്. അതായത് ഈ ദ്വാരപാലക ശില്പം മോഷ്ടിച്ച കേസിൽ പുള്ളി ഇപ്പോൾ ജയിലിലാണ്. രണ്ടാമത്തെ കട്ടളപ്പാളി സ്വർണം പൊതിഞ്ഞ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോഴാണ് ഈ അന്വേഷണ സംഘം ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന ഈ വാസു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. അതിനുവേണ്ടിയാണ് പ്രൊഡക്ഷൻ വാറണ്ട് ഇന്ന് മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനമുണ്ടാകും. ഏകദേശം നവംബർ 3 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നതാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഉന്നത രാഷ്ട്രീയ വൃത്തങ്ങളിലേക്കും മറ്റു ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളും. അതിനോടൊപ്പം തന്നെ കൊട്ടാരക്കര സബ് ജയിലിൽ കഴിയുന്ന മുരാരി ബാബുവിനെ ഇന്ന് റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അനുമതിയും അന്വേഷണ സംഘം റാന്നി കോടതിയിൽ സമർപ്പിക്കും. രേണുക, പ്രസാദ്, അത് തന്നെയാണ്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ എന്തായാലും രഹസ്യ സ്വഭാവമുള്ള ഒരു കേസാണ് ഇത്. കേസിന്റെ വിചാരണകളും അല്ലെങ്കിൽ കേസിന്റെ മറ്റു പരിശോധനകളൊക്കെ വളരെ രഹസ്യമായ രീതിയിൽ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ രണ്ട് പ്രധാന കണ്ണികളാണ് ഈ കേസിൽ നമുക്കുള്ളത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ മുരാരി ബാബു എന്നീ രണ്ട് കണ്ണികളാണ് നമുക്കുള്ളത്. ഈ സ്വർണ്ണ കവർച്ചയിലെ മറ്റ് കണ്ണികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നല്ലോ ആദ്യം തന്നെ കസ്റ്റഡിയിലെടുത്തപ്പോൾ, എന്നെ കുടുക്കിയതാണ് എന്ന് പറയുമ്പോൾ ഈ കുടുക്കിയതിന്റെ പിന്നിലുള്ളവർ ഇതുവരെയ്ക്കും രംഗത്ത് വന്നിട്ടില്ല, അല്ലേ പ്രസാദ്? രേണുക, ഇതിനെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള ആശയം നിലനിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് നിലവിലെ പ്രസിഡന്റ് എൻ പ്രശാന്തും ദേവസ്വം മന്ത്രി വി എൻ വാസവനും ശക്തിയുക്തം പറഞ്ഞിട്ടുണ്ട്. എത്ര ഉന്നതരാണെങ്കിലും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്, എത്ര ഉന്നതരാണെങ്കിലും അവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് കേസ് അതിന്റെ വഴിക്ക് പോകും. നല്ല ഒരു അന്വേഷണ ടീമിനെയാണ് ഹൈക്കോടതി നിയമിച്ചിട്ടുള്ളതെന്നും വിദഗ്ധന്മാർ ഇന്നലെ തന്നെയും ദേവസ്വം മന്ത്രി അത് പറഞ്ഞിട്ടുണ്ട്. എത്ര ഉന്നതരാണെങ്കിലും അവരിലേക്ക് അന്വേഷണം എത്തി യഥാർത്ഥ പ്രതികളെ കൈവിലങ്ങണിച്ച് കോടതിയിൽ എത്തിക്കും. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയും സർക്കാരുമാണ് LDF ഉള്ളത്. പക്ഷെങ്കിൽ ഇപ്പോഴും നമുക്ക് രേണുക അറിയാൻ കഴിയുന്ന, ഇന്നലെ തന്നെയാണെങ്കിൽ റാന്നി കോടതിയിൽ അന്വേഷണ സംഘം സ്വർണം ബാംഗ്ലൂർ ഫ്ളാറ്റിൽ നിന്നും, ഉണ്ണികൃഷ്ണന്റെ ബാംഗ്ലൂർ ഫ്ളാറ്റിൽ നിന്നും കണ്ടെടുത്ത സ്വർണം ഇന്നലെ സമർപ്പിക്കാൻ കോടതിയോട് അനുവാദം ചോദിച്ചപ്പോൾ സമയം കഴിഞ്ഞു. അത് ഇന്നത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ മറ്റേ കർണാടകയിൽ നിന്നും കണ്ടെടുത്ത 680 ഗ്രാം സ്വർണം, മറ്റ് രൂപയൊക്കെ റാന്നി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇത് കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം എത്തും. പക്ഷെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുണ്ട്. 6 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുന്ന തരത്തിൽ എങ്ങനെയാണ് ഈ അന്വേഷണം പോകുന്നത്? അതിനകത്ത് ഈ അന്വേഷണത്തെ മറ്റ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുള്ളത് ആശങ്ക പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. രേണുക,
അതുതന്നെയാണ് പ്രസാദ്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. മുരാരി ബാബുവിനെ പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കും. കട്ടളപ്പാളി തട്ടിപ്പ് കേസിൽ പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ദ്വാരപാലക ശില്പം കവർന്ന കേസിൽ കസ്റ്റഡി കാലാവധി അവസാനിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിലാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചോളം ഈ കട്ടളപ്പാളി തട്ടിപ്പ് കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും പ്രതി തന്നെയാണ്. ഈ 2 കേസുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചോളം ഉള്ളത്. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിന്റെയും കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ കൃത്യമായ രീതിയിലുള്ള ഇടപെടലാണ് ഈ കേസിനെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ ഇടപെടലാണ് ഈ കേസിനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കേരളത്തിൽ ആരംഭിച്ച അല്ലെങ്കിൽ ശബരിമലയിൽ തുടങ്ങി ഈ സ്വർണ്ണ കവർച്ച ചെന്നൈയിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ ബാംഗ്ലൂർ വരെ ആ സ്വർണ്ണപ്പാളികൾ കൈമാറി പോയിട്ടുണ്ട് എന്നൊരു കാര്യത്തിലൊക്കെ വ്യക്തത വന്നിട്ടുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിൽ വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേഷനുകൾ ഉണ്ടാകുന്നതാണ്. രഹസ്യ സ്വഭാവമായതിനാലാണ് ഈ കേസിനെ പറ്റി തന്നെ അല്ലെങ്കിൽ ഈ വിഷയത്തെ പറ്റി തന്നെ കൂടുതലൊന്നും ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ പുറത്തേക്ക് വിടാത്ത രീതിയിലുള്ള കൃത്യമായ ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണം നടത്തുന്ന ഒരു കേസ് കൂടിയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസ്. വിവരങ്ങൾ പങ്കുവച്ചത് പ്രസാദ് എം.